6-ാം നൂറ്റാണ്ടിന് ശേഷം ജീവിച്ചിരുന്ന പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് ബാവായ്ക്കുണ്ടായ സ്വർഗനരക ദർശനങ്ങൾ 5-ാം ഭാഗം. പിന്നീട് മാലാഖ എന്നെ കൊണ്ടുപോയി. ഞാൻ 3-ാമത്തെ ആകാശത്തിന്മേൽ നിന്നു. ഏറ്റവും വലുതായി ശോഭിച്ചിരുന്ന പ്രകാശം നിമിത്തം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒന്നും കാണുവാൻ പാടില്ലാതായി. എനിക്കൊന്നും നോക്കുവാൻ പാടില്ലാതെ ഞാൻ കവിണ് വീണു. മാലാഖ എന്നോട്, മിശിഹായുടെ നാമത്തിൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എഴുന്നേറ്റു. എനിക്കൊന്നും കാണുവാൻ പാടില്ലാതിരുന്നുകൊണ്ട് മാലാഖ തൻ്റെ കൈകൊണ്ട് എൻ്റെ കണ്ണുകൾ തടവി. അപ്പോൾ മാലാഖമാരുടെ ആയിരങ്ങളുടെ ആയിരവും 10,000-ങ്ങളുടെ 10,000-വും ഞാൻ കണ്ടു. അവർ ഏറ്റവും ശോഭയോടെ പ്രകാശിച്ചിരുന്നു. അവരിൽ 2 കണ്ണുകളും 3 കണ്ണുകളും 4ഉം 5ഉം 6ഉം കണ്ണുകളുള്ളവരും ഉണ്ട്. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതി പാടുന്നു. അവരുടെ ശബ്ദങ്ങൾ കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തുന്നതും വലിയ ഇടിമുഴക്കത്തേക്കാൾ ഗംഭീരവുമാകുന്നു. നീളവും വീതിയും എത്രയെന്ന് ആർക്കും അറിയുവാൻ പാടില്ലാത്ത വണ്ണമുള്ള ഗോപുരം അവിടെ ഉണ്ട്. ഈ ഗോപുരം എന്താണെന്ന് ഞാൻ മാലാഖയോട് ചോദിച്ചപ്പോൾ, ഇത് സ്വർഗരാജ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്ത് ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, കർത്താവ് യേശുമിശിഹായുടെ 12 ശിഷ്യന്മാരാകുന്നുവെന്നും നീ കണ്ടിട്ടുള്ളതിനെ എല്ലാത്തിനേക്കാളും വളരെ ഇരട്ടിയായി ഇത് മഹിമയുള്ളതും ശോഭയുള്ളതും ആകുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ മാലാഖ എന്നോട്, എനിക്ക് കൽപ്പനയില്ല എന്ന് പറഞ്ഞു. അനന്തരം വളരെ താടിയും മുടിയും ഉള്ളവനായി സൂര്യനെ പോലെ ശോഭിക്കുന്ന ഒരു യൗവനക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. ഗ്രിഗോറിയോസേ, നിനക്ക് സമാധാനമെന്നും നിനക്കും നീ പറയുന്ന കാര്യം ആചരിച്ച് പ്രവർത്തിക്കുന്നവനും ഭാഗ്യമെന്നും പറഞ്ഞു. ഞാൻ എൻ്റെ യജമാനെ അവിടുന്ന് ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ദൈവമായ കർത്താവ് യേശുമിശിഹായുടെ തലയിൽ കൈവച്ചിട്ടുള്ള യോഹന്നാൻ മാർദാന ആകുന്നു എന്ന് പറഞ്ഞു. അവൻ പോവുകയും ചെയ്തു. പിന്നീട് കാഴ്ചകൾക്ക് സുന്ദരന്മാരും ചന്ദ്രനെ പോലെ ശോഭയുള്ളവരുമായ 2 വൃദ്ധന്മാർ വന്നു. എൻ്റെ യജമാന്മാരെ, നിങ്ങൾ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട്, പത്രോസും പൗലോസും ആകുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അവരുടെ കാൽക്കൽ വീണു. അവരിൽ നിന്നും അനുഗ്രഹവും കൈക്കൊണ്ടു. പിന്നെയും അവർ എന്നോട്, ഭൂമിയിൽ ഒരു വിശ്വാസിയും പാപം ചെയ്യാതിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ മാമോദിസായുടെ മക്കളെല്ലാവരും തിന്മകളിൽ നിന്ന് അകന്നിരിക്കണമെന്നും നീ കണ്ടിട്ടുള്ള ഈ വിശുദ്ധ സ്ഥലത്തു നിന്നും അവർ തങ്ങളെ തന്നെ അന്യരാക്കി തീർക്കരുതെന്നും നീ പ്രത്യേകം സൂക്ഷ്മപ്പെടുത്തണമെന്നും നിന്റെ വാക്കിനാൽ പലരും അനുതപിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാലാഖയോട്, സ്വർഗരാജ്യത്തിന്റെ വിസ്താരം എത്രയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ, ഭൂമിയുടെ 3 ഇരട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒരു വലിയ പർവ്വതത്തിന്മേൽ കൊണ്ടുപോയി നിർത്തി. പാപികളുടെ സ്ഥിതി. അനന്തരം മാലാഖ എന്നോട്, ഗ്രിഗോറിയോസേ, നന്മകളുടെ സ്ഥിതിയും സന്തോഷവും പർദീസായും വിശുദ്ധ തൃത്വ തിരുനാമത്തിൽ മാമോദിസ മുങ്ങിയവർക്ക് ഒരുങ്ങപ്പെട്ടിരിക്കുന്ന രാജ്യവും നീ കണ്ടുവല്ലോ. നിന്നെ കാണിപ്പാൻ കർത്താവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ നിന്നെ കാണിച്ചു. കൽപ്പിക്കാത്തത് കാണിച്ചു തരുവാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നെ തന്നെ അറിയാതെയും ഒന്നും കാണാതെയും ഏറ്റവും ഉയർന്ന പർവ്വതത്തിന്മേൽ നിൽക്കുകയാൽ മാലാഖ എൻ്റെ കണ്ണുകളെ തടവി. പിന്നെ വലത്തോട്ടും ഇടത്തോട്ടും പുറകോട്ടും നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ രാത്രി പോലെ കറുത്തിരുണ്ടിരിക്കുന്ന അന്ധകാരത്തെ കണ്ടു. അവിടെ കരച്ചിലും മഹാവല്യ വിലാപവും ഏറ്റവും സങ്കടമേറിയ ശബ്ദങ്ങളും ഉണ്ട്. മാലാഖ, അന്ധകാരമേ, നിന്നിലുള്ള സകലവും ഈ ദൈവദാസനെ കാണിച്ചു കൊടുപ്പാൻ ദൈവത്തിങ്കൽ നിന്നും എനിക്ക് ഉള്ളതുകൊണ്ട് ഇവൻ സൂക്ഷിച്ചു നോക്കുവാൻ തക്കവണ്ണം വെളിപ്പെടുകയും പിന്നീട് പഴയ സ്ഥിതിയിൽ ഇരുന്നു കൊള്ളുകയും ചെയ്യുക എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ധകാരം വെളിപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ അതിർത്തി അറിയുവാൻ പാടില്ലാത്ത ഒരു ദേശത്തെ കണ്ടു. അത് മുഴുവൻ അഗ്നി ജ്വലിക്കുന്നു. അത് അന്ധകാരവും ദുർഗന്ധവും അശുദ്ധിയും നിറഞ്ഞതാകുന്നു. അവിടെ കഠിന ദുഷ്കര പീഡകൾ അനുഭവിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. കഠിന അഗ്നിയിൽ എരിയുകയും അതിൻ്റെ അതിവേദനയുടെ കാഠിന്യം കൊണ്ട് നാവ് നെഞ്ചു വരെ പുറത്തേക്ക് വരികയും ചെയ്യുന്ന ആളുകളുണ്ട്. വർഷത്തിലെന്നപോലെ കഠിന കുളിരിൽ അകപ്പെട്ട് പല്ലുകടിക്കുകയും പല്ലുകൾ തമ്മിൽ കൂട്ടിയടിക്കുകയും സങ്കടത്തോടെ നിലവിളിക്കുകയും ചെയ്യുന്നവരുണ്ട്. ആ അഗ്നിയിൽ കിടന്ന് ഉരുളുകയും മത്സ്യത്തെ എണ്ണയിൽ പൊരിക്കുന്നത് പോലെ പൊരിയുകയും ചെയ്യുന്നവരുണ്ട്. ആ അഗ്നിയിൽ നിന്ന് നീളമേറിയ തേളുകൾ ദേഹം മുഴുവനും കടന്നു പിടിച്ച് കടിക്കുന്നു. ചിലർ ഒറ്റക്കാലിന്മേൽ നിന്ന് കരയുകയും പല്ല് കടിക്കുകയും അളവില്ലാതെ വിയർക്കുകയും ചെയ്യുന്നു. ഏറ്റവും കറുത്ത ദുഷ്ടമൃദൂതന്മാർ തീ പോലെ ചൂടുള്ള വാളുകളെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് തല മുതൽ കാൽ വരെ
ചിലരുടെ മേൽ തറയ്ക്കുകയും വെട്ടുകയും ചെയ്യുന്നു. ചിലരുടെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. രക്തം ഒഴുകുന്നതുവരെ പാമ്പുകൾ അവരെ ഉപദ്രവിക്കുന്നു. ചിലർ മുട്ടുവരെ അഗ്നിയിൽ മുങ്ങിയിരിക്കുന്നു. ദുഷ്ടദൂതന്മാർ അവരുടെ മുഖത്ത് തീക്കനൽ കൊണ്ട് അടിക്കുന്നു. അവർ നിലവിളിക്കുന്നു. ചിലർ കുനിഞ്ഞു നിൽക്കുന്നു. തീ അവരെ മൂടുകയും വളരെ തലകളുള്ള സർപ്പങ്ങൾ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ചിലർ ഇടവിധാനത്തിൽ തൂങ്ങിക്കിടക്കുന്നു. തല കുനിച്ചും 4 ഭാഗങ്ങളിലും തീ ചുറ്റിയും ഇരിക്കുന്നു. അഗ്നിയിൽ നിന്നും പട്ടിയുടെ തല പോലെയുള്ള തലകളുള്ള സർപ്പങ്ങൾ അവരെ കടിക്കുന്നു. അവർ അതിവേദനയിൽ നിലവിളിക്കുന്നു. ചിലർ നിൽക്കുന്നു. ദൂതന്മാർ തങ്ങളുടെ കൈകളിൽ അഗ്നിവാൾ പിടിച്ച് അവരെ വെട്ടിഖണ്ഡിക്കുന്നു. അവർ പിന്നെയും മുറികൂടി പഴയ സ്ഥിതിയിൽ വരുന്നു. മുകളിൽ നിന്നും മഴ പോലെ അഗ്നി അവരുടെ മേൽ പെയ്യുന്നു. ചിലർ മുട്ടുകുത്തിക്കിടക്കുന്നു. തീക്കനലുകൾ എടുത്ത് എപ്പോഴും അവരുടെ വായ്ക്കകത്തിടുന്നു. ചിലരുടെ ദേഹം മുഴുവൻ പുണ്ണുകളും വ്രണങ്ങളും നിറഞ്ഞിരിക്കുന്നു. അവയിൽ നിന്ന് രക്തവും ചലവും ഒഴുകുന്നു. എല്ലാ ഭാഗത്തു നിന്നും അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. ഞാൻ മാലാഖയോട് ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ മാലാഖ എന്നോട് ഇവർ ലോകത്തിലെ ധനവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഭയങ്കരമാണല്ലോ എന്ന് പറഞ്ഞു. മാലാഖ എന്നോട് നാവുകൾ നെഞ്ചുവരെ ഇറക്കി അഗ്നിയിലെരിയുന്നവർ, ലോകത്തിന്റെ അരിഷ്ടതയിൽ കഴിയുന്ന ദരിദ്രരോട് കരുണ ചെയ്യാതിരുന്നിട്ടുള്ള ധനവാന്മാർ ആകുന്നു. കഠിന കുളിരിൽ വിഷമിക്കുന്നവർ, വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് നഗ്നരെക്കുറിച്ച് വിചാരമില്ലാതെയും അവരുടെ നഗ്നതയെയും കുളിരിനെയും നീക്കുവാൻ വസ്ത്രമോ പുതപ്പോ നൽകാതെയും ഇരുന്നിട്ടുള്ള ധനവാന്മാർ ആകുന്നു. അഗ്നിയിൽ കിടന്ന് ഉരുളുകയും തേളുകളാൽ കടിക്കപ്പെടുകയും ചെയ്യുന്നവർ, ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കാതെ ലോകസുഖങ്ങളെ അനുഭവിക്കുന്ന ധനവാന്മാരാകുന്നു. ശരീരത്തിൽ വാൾ തറയ്ക്കപ്പെട്ടവരായി മറ്റും കാണപ്പെട്ടവർ ക്രമാതീതമായി പലിശ വാങ്ങിയവരാകുന്നു. ദരിദ്രരുടെ അഗതികൾക്കും കൊടുക്കാതെ ധനം ഒളിച്ചു വെച്ച ധനവാന്മാരും അവരുടെ ഇടയിലുണ്ട്. മുഖം കറുത്തിരുന്നവരും പാമ്പുകളാൽ ഉപദ്രവിക്കപ്പെടുന്നവരും ദരിദ്രരോട് കനിവ് കാണിക്കാതെ ലുബ്ധന്മാരായിരുന്ന ധനവാന്മാരുമാകുന്നു. ഇവർ ആർക്കും കൊടുക്കാതെ ദൈവത്തോട് മാത്രം കാണിച്ച സ്നേഹം ഇവർക്ക് പ്രയോജനമായില്ല എന്ന് പറഞ്ഞു. ചിലർ നിന്നുകൊണ്ട് നാവ് കടിക്കുന്നു. അഗ്നിസർപ്പങ്ങൾ കാലുകളിൽ ചുറ്റി അവരെ കടിക്കുന്നു. ഇവർ ആരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മാലാഖ എന്നോട് ഇവർ ദുഷ്ടരും വേശ്യാവൃത്തിക്കാരും അസന്മാർഗികളുമാകുന്നു എന്ന് പറഞ്ഞു. ചിലർ അഗ്നിയിൽ നിൽക്കുന്നു. വിരൂപികളായ ദൂതന്മാർ അവരുടെ അംഗങ്ങളെയും ശരീരങ്ങളെയും മുറിക്കുന്നു. രക്തം ഒഴുകുന്നു. അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിരപരാധികളായ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കൊന്നിട്ടുള്ള കൊലപാതകരാകുന്നു എന്ന് പറഞ്ഞു. ചിലരുടെ കൈകൾ നീട്ടപ്പെട്ടിരിക്കുന്നു. ഭയങ്കരന്മാരായ ദൂതന്മാർ അഗ്നി കത്തികൾ കൊണ്ട് അവരുടെ കൈകളെ ഛേദിക്കുകയും വീണ്ടും മുറി കൂടുകയും അപ്പോൾ വീണ്ടും ഛേദിക്കുകയും വീണ്ടും മുറി കൂടുകയും ചെയ്യുന്നു. അവർ കള്ളത്തുലാസും കള്ളം പറയുകയും കള്ളക്കോല് ഉപയോഗിച്ചവരാകുന്നു എന്ന് പറഞ്ഞു. ചിലരുടെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ഭയങ്കര ദൂതന്മാർ വായുകളുള്ള വാളുകൾ കൊണ്ട് അവരുടെ നാവുകളെ ഛേദിക്കുകയും കണ്ണുകളെ കുത്തിയെടുക്കുകയും ചെയ്യുന്നു. അവർ മനുഷ്യരെ ആക്ഷേപിച്ചവരും ആക്ഷേപത്തിന് കണ്ണ് കാണിച്ചവരുമാകുന്നു എന്ന് പറഞ്ഞു. ചിലർ നെഞ്ചുവരെ നാവ് പുറത്ത് തള്ളപ്പെട്ടവരായി നിൽക്കുന്നു. അവരുടെ നാവുകളെ പാമ്പുകൾ കടിക്കുന്നു. അഗ്നിത്തേളുകൾ അധരങ്ങളെ കടിക്കുന്നു. കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പറയാൻ പോലും അവർക്ക് നിവൃത്തിയില്ലാതായിരിക്കുന്നു. അവർ ആചാര്യന്മാരെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്തവരും ദൈവഭയം കൂടാതെ ആചാര്യത്വത്തോട് മത്സരിച്ചവരും ആകുന്നു എന്ന് പറഞ്ഞു. ചില കറുത്ത ദൂതന്മാർ ചിലരുടെ വായ് തുറന്ന് തൊണ്ടയിലേക്ക് ഉരുക്കിയ ഈയ ഒഴിക്കുന്നു. അവർ ദൈവിക സ്തുതിപ്പുകൾക്ക് പകരം സാത്താന്റെ പാട്ടുകൾ പാടിയവരും ഹാസ്യ നടന്മാരും ആകുന്നു എന്ന് പറഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ഭാഗത്ത് കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.